ശബരിമലയിൽ പോയ ഒരു ഭക്തൻ പ്രസാദ് ഷൊർണൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്തേ പ്രസാദ്. വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്കൾക്ക് ശബരിമല ദർശനം നടത്താൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കുടിവെള്ളം പോലുമില്ല, ഒരു മൂത്രശങ്ക മാറ്റാൻ വൃത്തിയുള്ള ഒരു ശുചിമുറി പോലുമില്ല. ഇതാണ് ശബരിമലയിലെ അവസ്ഥ. താങ്കൾ ഇതിനൊക്കെ നേർസാക്ഷ്യം വഹിച്ച ഒരാളാണല്ലോ. ഇപ്രാവശ്യം ശബരിമലയിൽ പോയപ്പോൾ എന്തൊക്കെ കഷ്ടതകളാണ്, എന്തൊക്കെ ദുരിതങ്ങളാണ് താങ്കൾക്ക് നേരിടേണ്ടി വന്നത് പ്രസാദ്? പമ്പയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പമ്പയിൽ ഒരു 4 ടോയ്ലറ്റ് ബ്ലോക്ക് ഉള്ളത്. ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് ഇന്നലെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് മാത്രമാണ് അത് പ്രവർത്തിച്ചിരുന്നത്. ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളൊക്കെ ആ അടച്ചിട്ട ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ പുറത്താണ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ വർഷം മുതൽ പുതുതായിട്ട് പമ്പയിൽ ഒരു 6-7 നിലപ്പന്തൽ സംവിധാനം പുതുതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് ഗണപതി കോവിലിന്റെ സ്റ്റെപ്പ് വരെ ഇന്നലെ ഞങ്ങൾക്ക് 2.5 മണിക്കൂർ സമയമെടുത്തു. സാധാരണ അവിടെ കെട്ടുമുറുക്കി സുഖമായിട്ട് നടന്നു പോകുന്ന ആളുകളെ ഓരോരോ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറാൻ വരെ 2.5 മണിക്കൂർ എടുത്തു. ഇന്നലെ 4 മണിക്ക് പമ്പയിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ 16 നമ്പർ നിലപ്പന്തൽ എത്തുമ്പോഴേക്കും നടയടച്ച് അരിവരാസനം പാടി കഴിഞ്ഞു. അതേ നിലപ്പന്തലിൽ ഇരുന്നു കൊണ്ട് രാവിലെ 2:40 വീണ്ടും വരി നീങ്ങി മരക്കൂട്ടം എത്തുമ്പോഴേക്കും ആകെ തിരക്കായി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, ഒട്ടും വരി മുന്നോട്ട് പോകാത്തൊരവസ്ഥ വന്നപ്പോൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കാരണം ഈ അന്യസംസ്ഥാനത്ത് വന്ന ആളുകൾ ബാരിക്കേഡിന് മുകളിലൂടെയൊക്കെ ചാടി ആകെ ബഹളവും ഉന്തും തള്ളുമൊക്കെ ആയപ്പോൾ ഒരു സ്റ്റാമ്പേഡ് അവസ്ഥ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുമെന്ന് തോന്നിയിട്ട് ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ സ്വാമി അയ്യപ്പൻ വഴി ഒരു മാർഗം കിട്ടിയപ്പോൾ പോലീസിനോട് പറഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് പോകുന്നില്ല, താഴത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് പമ്പയിൽ പന്തളരാജന്റെ അവിടെ നെയ്ത്തേങ്ങ കൊടുത്ത് തിരിച്ചിറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത്രയും കാലത്തെ ശബരിമല അനുഭവത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. ശ്രീ പ്രസാദ്, അപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ പാളുന്ന ഒരു കാഴ്ചയാണെന്നാണ് താങ്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അവിടെ വേണ്ട മതിയായ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ ഇടപെടലിൽ താങ്കൾ സംതൃപ്തനാണോ? നിലകളിലൊന്നും പോലീസിന്റെ സേവനമില്ല. അതുകൊണ്ട് തന്നെ ഈ നിലപ്പന്തലുകൾക്ക് സൈഡിലുള്ള ഗ്രില്ലുകൾക്ക് മുകളിലൂടെയൊക്കെ സ്വാമികൾ പുറത്തേക്ക് ചാടിപ്പോകുന്നു. കാട്ടിലൂടെയൊക്കെ നടന്നു വരുന്ന ഈ അന്യസംസ്ഥാനത്തെ ഭക്തജനങ്ങളൊക്കെ ഈ ഗ്രില്ലിൽ ചാടി വീണ്ടും വരികൾക്ക് വേണ്ടി വരും. ഇതൊന്നും നിയന്ത്രിക്കുന്നതിന് അവിടെ ആവശ്യമായ പോലീസ് സേന ഉണ്ടായിരുന്നില്ല. ചില ജംഗ്ഷനുകളിലൊക്കെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ടെന്നല്ലാതെ ഈ നിലപ്പന്തലുകളിലെ ഇടയിലൂടെ കയറുന്നതും ചാടി പുറത്തു പോകുന്നതും ഉള്ളിലോട്ട് വരുന്നതൊന്നും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനവും അവിടെയില്ല. അതെ പ്രസാദ്, എന്തായാലും താങ്കളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ്, ആറ്റുനോറ്റി കാത്തിരുന്ന അയ്യനെ ഒരു നോക്ക് കാണാനാണല്ലോ താങ്കൾ ഇന്നലെ മല കയറിയത്. എന്തായാലും അത് നടന്നില്ല. അതിന് ഇവിടുത്തെ ഒരു ഗുരുതര വീഴ്ച, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഗുരുതര വീഴ്ചയായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും ഒരു ഭക്തൻ എന്ന നിലയിൽ ഇനി ശബരിമലയിൽ എന്തൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ മുംബൈയിൽ നിന്ന് വന്ന ഒരു 5 സംഘമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു 45 സംഘം ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ തൊട്ടുപുറകിലുണ്ടായിരുന്നു. അവർ ഇന്നലെ രാത്രി 2 മണിക്ക് കയറിയിട്ട് ഇപ്പോഴും ഞങ്ങളിങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നിലയ്ക്കല് മരക്കൂട്ടത്തിന്റെ അവിടെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഉച്ചയോട് കൂടിയിട്ട് പോലും അവർക്ക് ദർശനം 18 മണി കയറാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നില്ല. ഇന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടി ചിലപ്പോൾ നിൽക്കേണ്ടി വരും. സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള ഒരു 40 സംഘമാണ് അവിടെ. ഈ 70,000 ആള് വെർച്വൽ ക്യൂവിലൂടെയും 20,000 ആള് സ്പോട്ട് ബുക്കിങ്ങും എന്ന് പറയുന്ന രീതിയിലൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് 1.5 ലക്ഷത്തിന് മേലെയെങ്കിലും ആളുകൾ സന്നിധാനത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തിരക്കുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി നടയടയ്ക്കുമ്പോൾ നിലപ്പന്തൽ തൊട്ട് ഇവിടെ നമ്മുടെ അപ്പാച്ചിമേട് വരെ റോഡിൽ ആളുകൾ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി അതേ ആളുകളാണ് 2.5 മണിക്ക് വീണ്ടും വരിയിൽ നിൽക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ശുചിമുറിയിൽ പോയിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ ഈ പറയുന്ന 70,000 ആളുകളൊന്നും അല്ല സന്നിധാനത്ത്. തലേന്ന് 16-ാം തീയതി രാത്രി കയറി പോയ ആളുകൾ അടക്കം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് വരി മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആളുകളെ നിയന്ത്രിക്കാനുള്ള കൃത്യമായ സംവിധാനം അവിടെ ഇല്ലെങ്കിൽ പല രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ഇന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴും സ്ഥിതി മോശമല്ല, അതേ രീതിയിലുള്ള ആളുകൾ ഇന്നും കയറുന്നുണ്ട്. തീർച്ചയായും പ്രസാദ്, വളരെ അധികം ആശങ്ക നിറഞ്ഞൊരു വിവരമാണ് താങ്കൾ പങ്കുവെച്ചത്. എന്തായാലും അവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ പാളുന്ന ഒരു കാഴ്ച, ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരല്ലേ, ഈ ഭക്തരെന്ന് നിയന്ത്രിക്കാൻ അവിടെ ആരുമില്ല, യാതൊരു സംവിധാനവും ഇല്ല എന്നാണ് ഇതിന് നേർസാക്ഷ്യം വഹിച്ച ഭക്തൻ ഇപ്പോൾ ജനം ടിവിയോട് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ